ജനങ്ങൾക്ക് പേടിയുണ്ടാവില്ല ഇവന്മാരെ കണ്ടു കഴിഞ്ഞാൽ അപ്പം ഇൻഫോം ചെയ്യും. ഇവിടെ പോളിസി എന്താണ്? നമ്മുടെ പഞ്ചാബിൽ KPS ഗിൽ സാബ് DGP ആയിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തിനോട് വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർഡർ എന്തായിരുന്നു? എങ്ങനെയാണ് പഞ്ചാബിലത്തെ മിലിറ്റൻസി കർബായിട്ട് പോയത്? അദ്ദേഹം ഓർഡർ ചെയ്തു. ഞങ്ങളൊക്കെ ചെന്നപ്പോഴുള്ള ഓർഡറാണ്, ഏക് ബന്ദൂക്ക് കിസി കാ ഹാത്ത് മേ ഹേ, ഒരു തോക്ക് ആരുടെങ്കിലും കയ്യിലുണ്ട്, അവൻ്റെ ചുറ്റും നിൽക്കുന്ന ആൾക്കാരെ അടക്കം വെടിവെച്ചാണ് കൊന്നിരിക്കുന്നത്. മനസ്സിലായത് എന്തായിരുന്നു എന്നുള്ളത്? കാരണം നീ ഇത് ഇല്ലീഗലായിട്ടുള്ള വെപ്പണുമായിട്ടിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, നിൻ്റെ കൂടെ 10 പേരുണ്ടെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലേ ഈ 10 പേര്. ഇത് 2-3 പ്രാവശ്യം ഈ എൻകൗണ്ടേഴ്സും കഴിഞ്ഞപ്പം പിന്നെ ഈ തോക്കുമായിട്ട് വരുന്നതിനെ നേരെ പോലീസിൽ വിളിച്ച് പറയും. അങ്ങനെയാണ് പഞ്ചാബിൻ്റെ ടെററിസം. അവർക്ക് നിൽക്കപ്പുറത്തില്ല. എവിടെ പോയി കഴിഞ്ഞാൽ ഇൻഫർമേഷൻ കിട്ടുന്നു, പോലീസ് പിടിക്കുന്നു. അങ്ങനെയുള്ള DGPയൊക്കെയാണ്, അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. പക്ഷെ ഇപ്പം എന്താ വെച്ചാൽ കാശ്മീരിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നു. ഇതിൽ വേറൊരു സംഭവമുണ്ട്. ഈ പേൽഗാം പോലുള്ള സ്ഥലങ്ങൾ ഓവർഗ്രൗണ്ട് ഒരു പാർട്ടീസുണ്ട്. ഈ ടെററിസ്റ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന സിവിലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ. അവരിപ്പോൾ വല്ല ചപ്പടാസിയായിട്ട് വർക്ക് ചെയ്യായിരിക്കും, സഫായി വാലയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവന്മാരാണ് ഇവന്മാർക്കുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ടെററിസ്റ്റിൻ്റെ വേറൊരു ഗ്രൂപ്പാണ്. OGM എന്നാണ് പറയുന്നത്, ഓവർഗ്രൗണ്ട് ബോഡി. അപ്പം ഇവർ ഈ OGBസിൻ്റെ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർ അവിടെ ഉണ്ടായിരിക്കും നമ്മളെപ്പോലെ സിവിലിയനായിട്ട്.